ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് മലബാറുകാരുടെ സ്പെഷ്യൽ കായ്പോള ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് മൂവ് ടു അവർ വീഡിയോ. കായ്പോള ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. ഈ നേന്ത്രപ്പഴം നമുക്ക് കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കിസ്മിസും കാഷ്യൂനട്ടും ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്ത അതേ പാനിൽ തന്നെ തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കായ്പോളയ്ക്ക് ആവശ്യമുള്ള നേന്ത്രപ്പഴം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിന് മുട്ട ഉടച്ചൊഴിക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. ഇനി മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. പാലിൻ്റെ അളവ് ഒരുപാട് കൂടരുത്. ഇനി ഇതിലേക്ക് ഏലക്കായ് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാരയും മുട്ടയും പാലും എല്ലാം ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നേന്ത്രപ്പഴവും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു കേക്ക് ട്രൈയിലേക്ക് മാറ്റാം. ഇത് ഒഴിക്കുന്നതിന് മുമ്പായി കേക്ക് ട്രൈയിൽ നല്ലതുപോലെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും മേൽഭാഗത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കായ്പോളയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവി വെച്ച് ഒരു 25 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മലബാറുകാരുടെ സ്പെഷ്യൽ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.